ഡ്രീം ഫ്ലവറിലെ IVF സെൻട്രൽ ലാബിൽ എന്തെല്ലാം അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആണ് ഉള്ളത്? ഡ്രീം ഫ്ലവർ IVF സെൻട്രൽ ലാബിൽ നമുക്ക് AI പവേർഡ് ആയിട്ടുള്ള എംബ്രിയോസ്കോപ്പ് ഉണ്ട്, ടൈം ലാബ്സ് എംബ്രിയോസ്കോപ്പ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഇപ്പോൾ IVF ചെയ്യുമ്പോൾ നമ്മൾ ഈ അണ്ടവും ബീജവും കൂടെ യോജിപ്പിച്ച് ഭ്രൂണമാവുമല്ലോ. ഈ ഭ്രൂണം നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ ഇൻക്യുബേറ്ററിലാണ്. അപ്പോൾ ഈ ഇൻക്യുബേറ്ററിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ ഒരു എൻവയൺമെൻറ്റ് കൊടുത്താൽ മാത്രമേ ഈ ഭ്രൂണം വളർന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതായിട്ട് മാറുള്ളൂ. അപ്പോൾ ഒരു അൺഇൻറ്ററപ്റ്റഡ് കൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഇൻക്യുബേറ്റർ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു Day 3 നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ എഗെയിൻ അതിന് ടെമ്പറേച്ചർ വ്യത്യാസം വന്നു, അതിൻ്റെ pH വ്യത്യാസം വന്നു, അതിലേക്ക് എയർ കടന്നു. അപ്പോൾ ഇതെല്ലാം ആ എംബ്രിയോൻ്റെ ഗുണത്തിന് വ്യത്യാസപ്പെടുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയില്ല, ഒരു അൺഇൻറ്ററപ്റ്റഡ് കൾച്ചർ, അതായത് അതിന് തീരെ ഒരു അനക്കമില്ലാതെ നമ്മൾ നോക്കി വെക്കുന്ന സാധനമാണ് ടൈം ലാബ്സ് എംബ്രിയോസ്കോപ്പ്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പുറമേ നിന്നൊരു ക്യാമറ വഴി നമുക്കിത് അറിയാനും പറ്റും ഈ എംബ്രിയോ എങ്ങനെ വളരുന്നുണ്ടെന്ന്. അപ്പോൾ അതിനകത്ത് വരുന്ന ഓരോ ചേഞ്ചസ് നമുക്ക് ഈ ഇൻക്യുബേറ്റർ തുറക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ തന്നെ നമ്മളോട് പറയും ഏത് എംബ്രിയോസ് ആണ് നല്ലത്. ഈ എംബ്രിയോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ പ്രഗ്നൻസി കിട്ടും. അപ്പോൾ യൂഷ്വലി കൂടുതൽ കുറേ പ്രാവശ്യം IVF ചെയ്ത് ഫെയിലായവർക്കോ അല്ലെങ്കിൽ ഏജ് കൂടിയവർക്കോ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് നമ്മുടെ ഇക്സി മെഷീൻ എന്ന് പറയുന്നത് ഒരു നർഷിക മൈക്രോ മാനിപ്പുലേറ്റർ ആൻഡ് ഇക്സി മെഷീനാണ്. അത് ഏറ്റവും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലേസർ അസിസ്റ്റഡ് ഹാച്ചിങ് എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്നുണ്ട്. ലേസർ അസിസ്റ്റഡ് ഹാച്ചിങ് എന്ന് വെച്ചാൽ നമ്മൾ എംബ്രിയോ ജസ്റ്റ് ഒന്ന് തുറക്കാൻ, അത് അതിൻ്റെ ഇംപ്ലാന്റേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ RI വിറ്റ്നസിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. RI വിറ്റ്നസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗാമേറ്റ്സ് തമ്മിൽ മിക്സപ്പ് ആവാതിരിക്കാനായിട്ട്. കാരണം കുറേ പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഒരാളുടെ സ്പേമോ മറ്റൊരാളുടെ അങ്ങനെ മിക്സപ്പ് ആവാതിരിക്കാനായിട്ട് ഓരോ പേഷ്യൻറ്റ് നമ്മൾ ബാർകോഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു അത് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലാം അടിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനം നമുക്ക് ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് ഫ്രീസിങ്ങിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്, ആൻഡ്രോളജി സെപ്പറേറ്റ് ലാബ് ഉണ്ട്, പിന്നെ ഏറ്റവും ഒരു മോഡുലാർ തിയേറ്റർ ആണ് പിക്കപ്പിന് എഗ് കളക്ഷൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ബാക്കി എല്ലാ ഫെസിലിറ്റീസും നമുക്ക്. If you can dream it, you can do it. Dream Flower IVF Center, the exclusive IVF center, Kasaragod, Kerala, India.